അങ്ങനെ ഇപ്രാവശ്യത്തെ ഉറിയടി ഞായറാഴ്ചയായിരുന്നു കേട്ടോ. കാശിക്കുട്ടനാണെങ്കിൽ കുഞ്ഞിലെ തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കൃഷ്ണനായിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. നേരത്തെ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്തേ ഞാൻ കുഞ്ഞിലെ കാശിയെ കൃഷ്ണനായിട്ട് ഒരുക്കിയിട്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അന്ന് തൊട്ടേ കാശിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വേഷം ഇട്ടിട്ട് അവിടേക്ക് ഓടി നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇപ്രാവശ്യം ആരുടെയോ വായിന്ന് പുള്ളിക്കാരൻ ഉറിയടിക്ക് കൃഷ്ണനായിട്ട് ഒരുങ്ങി എല്ലാവരും ഉറിയടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു കേട്ടത് കേട്ടോ. അത് കേൾക്കേണ്ട താമസം ചാച്ചിയെ കൊണ്ട് കോസ്റ്റ്യൂം ഒക്കെ തയ്യാറാക്കിപ്പിച്ച് പുള്ളിക്കാരൻ കൃഷ്ണനായിട്ട് ഒരുങ്ങണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാൻ തുടങ്ങി കേട്ടോ. സൺഡേ ആയിട്ട് എനിക്ക് ഓഫ് ആയതുകൊണ്ട് ഞാനും ഡീല് വെച്ചേ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാശിക്കുട്ടനെ കൃഷ്ണനായിട്ട് ഒരുക്കി കേട്ടോ. ഉറിയടിക്കാൻ വേണ്ടിയിട്ടുള്ള റിഹേഴ്സലാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുന്ന കമ്പയിലും മരത്തയിലും ഒക്കെ ഉറിയടിച്ച് പുള്ളിക്കാരൻ അങ്ങോട്ട് റിഹേഴ്സൽ തുടങ്ങി കേട്ടോ. പക്ഷെ കാര്യമില്ല, ഉറിയടിക്കാൻ വേണ്ടിയിട്ടല്ല ഇവരെ കൊണ്ടുപോകുന്നത്. ചെറിയൊരു ജാഥ ഉണ്ട് കേട്ടോ അമ്പലത്തിന്റെ ഭാഗത്തുനിന്ന്. കുറേ കുട്ടികളെ കൃഷ്ണനായിട്ടൊക്കെ ഒരുക്കിയിട്ട് ഒരു റോഡിൽ കൂടെ നടന്നു പോകുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ പുള്ളിക്കാരനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ കള്ളകൃഷ്ണൻ ചാച്ചിയുടെ കൂടെ ബൈക്കിൽ കയറിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് പോയത്, അമ്മേ ഞാൻ പോവാ എന്റെ പറയുന്നങ്ങ് വന്നേക്കണേന്ന്. പിന്നെ ഒട്ടും താമസിപ്പിക്കാതെ ഞാനും അമ്മയും കൂടെ ഒരുങ്ങി അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ ജാഥയൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു നമ്മുടെ കള്ളകൃഷ്ണൻ. കാശിക്കുട്ടൻ മാത്രമല്ല ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ കൃഷ്ണനായിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. എല്ലാവരും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കോസ്റ്റ്യൂമിൽ ഇങ്ങനെ നിരന്നിങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കൃഷ്ണനായിട്ട് ഒരുങ്ങിയ വേറൊരാളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ആമിക്കുഞ്ഞ്. റിലേഷനൊക്കെ പറഞ്ഞു തരുവാണെങ്കിൽ നമ്മുടെ കാശിക്കുട്ടന്റെ കുഞ്ഞമ്മയാണ് കേട്ടോ ഈ നടന്നു പോകുന്നത്. പക്ഷെ കാശിക്കുട്ടൻ എപ്പോഴും ആമിക്കുഞ്ഞെ എന്നാണ് കേട്ടോ അവളെ വിളിക്കാറ്. ഞങ്ങൾക്കും അങ്ങനെ വിളിക്കുന്നതിനാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഗോപികമാരുടെ നല്ല അടിപൊളി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ കണ്ട് കുറച്ച് ദൂരമൊക്കെ നടന്നിട്ട് ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ പിന്നെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ.